أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ വദം 1090 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തുൽ ഹജ്ജിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തില് ദേശത്യാഗം ചെയ്തു പോയ ആളുകൾ കൊല ചെയ്യപ്പെടുകയോ സ്വാഭാവികമായ മരണം ഏറ്റുവാങ്ങേണ്ടി വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ദേശത്യാഗത്തിന് ഹിജ്റ ചെയ്ത ആ സംഗതിക്ക് അത് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകപ്പെടുന്നതാണ്. ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമനായ വിഭവദാതാവ് അള്ളാഹുവാണ്. അവരേറെ ആഗ്രഹിക്കുന്ന, അവരേറെ തൃപ്തിപ്പെടുന്ന ഇടങ്ങളിലേക്ക് അവരെ തീർച്ചയായിട്ടും അള്ളാഹു പ്രവേശിപ്പിക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും സഹനമുള്ളവനുമാണ്, കൃപയുള്ളവനുമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നൊരായത്ത് നമ്മൾ മനസ്സിലാക്കിയത് ذَلِكَ وَمَنْ عَاقَبَ بِمِثْلِ مَا عُوقِبَ بِهِ. ആരെങ്കിലും തങ്ങൾ ഏതൊക്കെ വിധത്തില് ദ്രോഹങ്ങൾക്കിരയായിട്ടുണ്ടായിരുന്നു ആ അളവിലൊക്കെ
അങ്ങനെ ദ്രോഹം അഴിച്ചുവിട്ടവരുടെ നേരെ നടപടിയെടുക്കുകയാണെങ്കിൽ അതിന് അള്ളാഹു തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ സുമ്മ ബുഗിയ അലൈഹി, എന്നാൽ അയാൾ അതിക്രമിയായി മാറുന്നുവെങ്കിൽ, ഈ പ്രതികാരമെടുക്കുന്ന പ്രതിക്രിയ ചെയ്യുന്ന ആള് അതിക്രമിയായി മാറുന്നുവെങ്കിൽ ലയൻസുറന്നഹു അള്ളാഹു ആ അതിക്രമത്തിനിരയാവുന്നവനെയാണ് സഹായിക്കുക. ഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ, തീർച്ചയായിട്ടും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നതാണ് അവിടെ പ്രസ്താവിക്കപ്പെട്ടത്. നമ്മൾ ഇന്നലെ വായിച്ച് മനസ്സിലാക്കിയ ആയത്തുകളാണ്. ഈ സൂറത്തിന്റെ തുടക്കത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആളുകള് വളരെ വ്യാപകമായ വിധത്തില് പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ, ദ്രോഹം ഏറ്റുവാങ്ങേണ്ട വന്നതിന്റെ പേരിൽ അവർക്ക് യുദ്ധം ചെയ്യുന്നതിനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ വായിച്ച അവസാനത്തെ ആയത്ത് ആ ആയത്തിന് കൂടിയുള്ള ഒരു വിശദീകരണമാണ്. പ്രതിക്രിയ ചെയ്യുന്നതും തിരിച്ചടിക്കുന്നതും ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടവർക്കെതിരെ ശത്രുതയോടുകൂടി രംഗത്ത് വരികയും ചെയ്യുന്നവരോട് അവരെ നേരിടുന്നതും അവരെ പ്രതിരോധിക്കുന്നതും ഒക്കെ തന്നെ ന്യായമായ തോതിലും അളവിലും ഒക്കെ അള്ളാഹു അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ അക്രമപരമായ വിധത്തില് ആരെങ്കിലും പ്രതികാര വാഞ്ച ആളിക്കത്തിച്ച് അങ്ങനെ അക്രമം ചെയ്യാൻ മുതിരുന്നുവെങ്കിൽ ആ നടപടിക്ക് അള്ളാഹുവിന്റെ പിന്തുണ ഉണ്ടാവുകയില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച 3 ആയത്തുകൾ വരുന്നത്. ഈ ആയത്തുകളിൽ എന്തുകൊണ്ട് അള്ളാഹു ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ആക്രമിക്കപ്പെടുന്ന, മർദ്ദനങ്ങൾക്കിരയാവുന്ന, പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, മദ്ലൂമായി ഭൂമുഖത്ത് ജീവിക്കേണ്ടി വരുന്ന, മർദ്ദിതരായിട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ആത്മപ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികൾ അള്ളാഹു അനുവദിക്കുന്നതിന്റെ കാരണം എന്ത്? എന്നാൽ അവര് തന്നെ അക്രമികളായി മാറുകയാണെങ്കിൽ അള്ളാഹു അവരെ പിന്തുണക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ് പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലേക്ക് വരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, ഈ വിധത്തിൽ അള്ളാഹു നിർദ്ദേശം നൽകുന്നത്, ഈ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുള്ളത് മർദ്ദിതരായവർക്ക് പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിയതും, പ്രതിരോധം ചെറുത്തുനിൽപ്പ് ഒക്കെ അക്രമമായി മാറുമ്പോൾ അള്ളാഹു അതിന് തടസ്സമായി നിൽക്കുന്നതും എന്തുകൊണ്ട് എന്നതാണ് ഇവിടെ പറയപ്പെടുന്നത്. ദാലിക, ഇതിന് കാരണം ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് യാഥാർത്ഥ്യം, അള്ളാഹുവാണ് സത്യം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സാകല്യത്തിലെ എല്ലാവരും ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം, എല്ലാവരും ഉൾക്കൊള്ളേണ്ട സത്യം, പരമമായ സത്യം അള്ളാഹുവാണ്. അള്ളാഹു എന്നൊരു സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകലതിനും നിലനിൽപ്പ് തന്നെ ഉള്ളത്. ഓരോ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഓരോ പ്രതിഭാസത്തിന്റെയും ഉണ്മയുടെ കാരണം അള്ളാഹു എന്ന പരമമായ സത്യമാണ്. അള്ളാഹു എന്ന സത്യം മാത്രമാണ് ഓരോന്നിനും അതിൻ്റെതായ ഉണ്മയും അസ്തിത്വവും നൽകിയിട്ടുള്ളത്. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു ഈ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണം അള്ളാഹുവാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്, അള്ളാഹുവാണ് സത്യം എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല വഅന്നമാ യദഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, അവനെ കൂടാതെ അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തുണ്ടോ അതൊക്കെയും തന്നെ
ബാത്തിലാണ്, അസത്യമാണ്, മിഥ്യയാണ് എന്നതുകൊണ്ടുമാണ്. അപ്പൊ മനുഷ്യർക്കിടയിലുള്ള ക്രയവിക്രയങ്ങളുടെയും ഇടപാടുകളുടെയും അവരുടെ പരസ്പരമുള്ള സഹകരണത്തിന്റെയും പോരടിക്കലിന്റെയും ഒക്കെ അടിസ്ഥാനപരമായ ധാർമ്മികത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. കാരണം അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം. ഈ പ്രപഞ്ചത്തിലും മനുഷ്യ സമൂഹത്തിലും പാലിക്കപ്പെടേണ്ട വ്യവസ്ഥയും നിയമങ്ങളും നൽകുന്നത്, അത് നിർണയിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. കാരണം അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളുടെയും ഒക്കെ തന്നെ കേന്ദ്രമായ യാഥാർത്ഥ്യം. അവന് പുറമെ അവനെ മാറ്റിവെച്ചുകൊണ്ട് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായ ആരൊക്കെയും എന്തൊക്കെയും തന്നെ ആവട്ടെ, അതൊക്കെയും തന്നെ മിഥ്യയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ നിയമങ്ങള്, മനുഷ്യര് പാലിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങള്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരമാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നിലവിൽ വരുന്നത്. കാരണം അള്ളാഹു മാത്രമാണ് യാഥാർത്ഥ്യം. അള്ളാഹു അല്ലാത്ത ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് ഒക്കെ ആയിട്ടുള്ള ഏത് ശക്തിയാണെങ്കിലും അതൊക്കെ തന്നെ വ്യാജമാണ്, മിഥ്യയാണ്. അവർക്കൊന്നും തന്നെ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ സംവിധാനിക്കാൻ സാധ്യമല്ല. മഴ പെയ്യുന്നതും വെയില് ഉണ്ടാവുന്നതും സൂര്യൻ ഉദിച്ചു വരുന്നതും അതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ ദൃശ്യമാവുന്നതും പ്രപഞ്ചത്തിലെ മറ്റേതേത് പ്രതിഭാസവും തന്നെ അള്ളാഹു എന്ന പരമയാഥാർത്ഥ്യത്തിന്റെ നിർണയവും തീരുമാനവും പ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊന്നും തന്നെ ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വ്യാജ ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള പ്രതിഭാസങ്ങളുടെയോ നിയന്ത്രണത്തിലല്ല. സകലതിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് പരമമായ യാഥാർത്ഥ്യം. അവന് പുറമെ ആര് എന്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഹുവൽ ബാത്തിൽ, അത് മിഥ്യയാണ്. അതൊരിക്കലും തന്നെ സത്യമാവുകയില്ല. ആ ബാത്തിലിന് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണവും ഇല്ല. പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. മനുഷ്യര് പാലിക്കേണ്ട വ്യവസ്ഥയും നിയമവും ഒക്കെ തന്നെ നൽകാനുള്ള ഉത്തരവാദിത്വവും അള്ളാഹുവിനുള്ളതാണ്. അത് ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ മിഥ്യാപ്രതിഭാസങ്ങൾക്കോ ഉള്ളതല്ല. വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, മാത്രവുമല്ല അള്ളാഹു ആകുന്നു പരമോന്നതനായിട്ടുള്ള, ഏറ്റവും ഉന്നതനും ഏറ്റവും വലിയവനുമായവൻ. വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അത്യുന്നതനായ പരമോന്നതനായവൻ അള്ളാഹു ആകുന്നു. അവന് കീഴിലായിട്ടേ മറ്റെന്തുമുള്ളൂ. എല്ലാ പ്രതിഭാസങ്ങളും അവന്റെ നിശ്ചയപ്രകാരവും അവന്റെ നിയമ സംവിധാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും മാത്രമാണ് നിലകൊള്ളുന്നത്. മനുഷ്യനും അവന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആ ഒരു പരമയാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിനാലാണ് അള്ളാഹു നിങ്ങൾക്ക് മർദ്ദിതരാണ് എന്ന കാരണത്താൽ സ്വയം പ്രതിരോധിക്കാനുള്ള അനുവാദം തന്നതും, നിങ്ങൾ തന്നെ അക്രമപരമായ വഴിയിലേക്ക് നീങ്ങുന്നുവെങ്കിൽ അതിന് അള്ളാഹു തടസ്സമായി നിൽക്കുന്നതും. രണ്ടിനും കാരണം അള്ളാഹുവാണ് ഈ പ്രപഞ്ച സാകല്യത്തിലെ പരമമായ യാഥാർത്ഥ്യം എന്നതിനാലാണ്. ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്. അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആരാധിക്കുന്നുവോ അതൊക്കെ തന്നെയും ബാത്തില് മാത്രമാണ്, മിഥ്യ മാത്രമാണ്. തുടർന്ന് അള്ളാഹു പറയുന്ന അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരം. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ കാലത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ഒക്കെ ബാധകമായതാണ്. നീ കാണുന്നില്ലേ
അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാ, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കിയിരിക്കുന്നു. എന്നിട്ടോ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറത്തൻ, അതിന്റെ ഫലമായി ഭൂമി ഹരിതാഭമായി മാറുന്നു. ഭൂമി പച്ച പുതച്ച പോലെയാവുന്നു. ഭൂമി പച്ച നിറഞ്ഞതായി മാറുന്നു, പച്ച അണിയുന്നു. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ മഴയുടെ ഫലമായിട്ടാണ് ഭൂമി ഹരിതാഭമായി മാറുന്നത്. ഭൂമി പച്ചപ്പുള്ളതായിട്ട് മാറുന്നത് അതിന്റെ ഫലമായിട്ടാണ്. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, നിശ്ചയമായിട്ടും അള്ളാഹു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുന്നവനും കാര്യങ്ങളിൽ വേണ്ട നിർണയം അല്ലെങ്കിൽ വെളിപ്പെടുത്തലൊക്കെ നടത്താൻ കഴിയുന്നവനുമാണ്. തീർച്ചയായിട്ടും അള്ളാഹു. അപ്പൊ അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ ഇറക്കിയതും ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റിയതും ഈ നമ്മൾ പറഞ്ഞു വന്ന കാര്യവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞു അള്ളാഹു, നിങ്ങൾ ആർക്കെങ്കിലും എതിരിൽ നിങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അവരെ നേരിടുന്നുവെങ്കിൽ നിങ്ങൾ എത്രത്തോളം അളവിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയൊക്കെ തിരികെ നൽകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എങ്കിലും അക്രമത്തിന്റെ പാത പിന്തുടരാൻ പാടുള്ളതല്ല എന്നതാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. കാരണം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നതാണ്. ആ ഒരു കാര്യത്തിനുള്ള പ്രപഞ്ചത്തിലെ ഒരു വ്യക്തമായ ആവിഷ്കാരമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഈ ഭൂതലത്തിനെ ഹരിതാഭമായതാക്കി മാറ്റാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഴ ഇറക്കുകയേ വേണ്ടതുള്ളൂ. ഇത് മനുഷ്യനിലും സാധ്യമാണ്. ഉണങ്ങി വരണ്ടു പോയ, ജീവന്റെ തുടിപ്പില്ലാത്ത വിധത്തില് ഉണങ്ങി വരണ്ടിട്ടുള്ള മണൽ പരപ്പിനെ അല്ലെങ്കിൽ ഭൂതലത്തിനെ മഴ ഇറക്കിക്കൊണ്ട് അള്ളാഹു ജീവനുള്ളതാക്കി മാറ്റുന്നു. ഇതേ വിധത്തില് കടുത്തുപോയ ഹൃദയങ്ങൾ, വിശ്വാസരാഹിത്യം കാരണമായിട്ട്, സത്യനിഷേധം കാരണമായിട്ട് കടുത്തുപോയ ഹൃദയങ്ങളെ വളരെ ലോലമാക്കി മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെയും അക്രമം ചെയ്തുകൂടാ. നിങ്ങൾ മർദ്ദിതരാവുന്നു എങ്കിൽ, നിങ്ങൾ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെങ്കിൽ, നിങ്ങൾക്കത് അസഹ്യമാകുമ്പോൾ നിങ്ങൾ അതിനെതിരിൽ നടപടിയെടുക്കുന്നതിന് അള്ളാഹു തടസ്സമല്ല. എന്നാൽ നിങ്ങൾ തന്നെ അക്രമികളായി മാറുകയാണെങ്കിലോ, നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഉപദ്രവത്തിന്റെ അളവിനേക്കാൾ നിങ്ങൾ പ്രതിയോഗികളുടെ നേരെ അക്രമം അഴിച്ചുവിടുന്നുവെങ്കിൽ അതിനോട് അള്ളാഹുവിന് യോജിപ്പില്ല. കാരണം ഏത് ഉണങ്ങി വരണ്ട മണ്ണിനെയും ഹരിതാപമാക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ഏത് നിഷേധത്തിന്റെ കഠിന ഹൃദയന്മാരായി മാറിയിട്ടുള്ള ആളുകളെയും അവരുടെ മനസ്സുകളെ ലോലമാക്കാനും അവരിൽ വിശ്വാസത്തിന്റെ നനുത്ത പ്രതലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് അക്രമത്തിന്റെ വഴി തേടിക്കൂടാ എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നത്. ഫതുസ്ബിഹുൽ അർളു മുഖ്ളറതൻ, അങ്ങനെ ഭൂമി ഹരിതാപമായി മാറുന്നു. ഭൂമി പച്ചയണിഞ്ഞതായിട്ട് മാറുകയാണ്. പച്ചയണിയുക എന്നത് ജീവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. സസ്യലതാദികള്, വൃക്ഷങ്ങള്, ഇലകളും കായ്കനികളും ഒക്കെ ആയിട്ട് ഭൂമി ജീവന്റെ തുടിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാന്നിധ്യത്തിലേക്ക് ജീവജാലങ്ങളും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണങ്ങി വരണ്ട മണലാരണ്യത്തില്, പച്ചപ്പില്ലാത്ത ഇടങ്ങളില് വളരെ വളരെ പരിമിതമായി മാത്രമേ ജീവന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുള്ളൂ.
വളരെ കുറഞ്ഞ ഒറ്റപ്പെട്ട ചില ജീവികൾ മാത്രമേ അത്തരം കാലാവസ്ഥയിൽ അതിജീവിക്കുന്നുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ഇതേപോലെ തന്നെയാണ് മനുഷ്യ മനസ്സിന്റെയും അവസ്ഥ. കടുത്ത നിഷേധികളിൽ നിന്ന് എന്തിനും ഏതു വിധത്തിലും ത്യാഗം അനുഭവിക്കാൻ, ത്യാഗം ചെയ്യാൻ സന്നദ്ധതയുള്ള ധീരന്മാരായ വിശ്വാസികളെ കണ്ടെത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ ധാരാളം സാധിക്കും. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതികഠിനമായ വിദ്വേഷവും ശത്രുതയും ഒക്കെ കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന പലരും ഈ തെളിനീര് വീണ്, വിശ്വാസത്തിന്റെ തെളിനീര് ഹൃദയത്തിൽ ഉറ്റി ഉറ്റി വീണതിന്റെ കാരണമായിട്ട് അവരുടെ ഹൃദയങ്ങൾ വളരെ ലോലമായി മാറിയതും ചരിത്രത്തിലെ തന്നെ തുല്യതയില്ലാത്ത വിധത്തിലുള്ള ആർദ്രതയുള്ള മനുഷ്യരായി അവർ മാറിയതൊക്കെ നമ്മൾ ഏറെ കണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന, ഈ ആയാത്തുകൾ നൽകുന്ന സൂചന അത്തരം ദൈവിക പ്രതിഭാസങ്ങളിലേക്കാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തിയുടെ കാര്യത്തിലും ഒരു വിഭാഗത്തിന്റെ കാര്യത്തിലും അവരിൽ ഈമാൻ തളിർക്കുകയില്ല എന്ന് കരുതിയിട്ട് ആരും അക്രമത്തിന് മുതിരരുത്. നീതിയാണ്, സത്യമാണ്, ന്യായമാണ് പരിഗണനക്ക് വരേണ്ടത്. ന്യായമായതൊക്കെ പറ്റും. അതിനപ്പുറത്തേക്ക് അക്രമത്തിന്റെ വഴി തേടുകയും അതുപോലെ അതിര് കവിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വിശ്വാസരാഹിത്യമുള്ള അല്ലെങ്കിൽ നിഷേധം കാണിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ട് അങ്ങ് അറുത്തു മാറ്റുക എന്നതല്ല അള്ളാഹുവിന്റെ പദ്ധതി. മനുഷ്യ ഹൃദയങ്ങളിൽ വിശ്വാസം ഉടലെടുക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ചില തെളിനീരുകൾ വർഷിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിലൂടെ നിർവഹിക്കപ്പെടുന്ന കാര്യം അതാണ്. രണ്ടിനും ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് തൻസീൽ എന്നാണ്. അൻസലൽ ഖുർആൻ, അൻസലൽ കിതാബ്, തൻസീലുൽ കിതാബ്, തൻസീലുൽ ഖുർആൻ എന്നൊക്കെയാണ് നമ്മൾ ഖുർആനിൽ പ്രയോഗിച്ച് കാണുന്നത്. ഇതേ വാക്ക് തന്നെയാണ് മഴ വർഷിക്കുന്നതിനും അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭൂതലത്തിൽ മഴ വർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണോ, സമാനമായ മാറ്റം മനുഷ്യ ഹൃദയങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടു കൂടിയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു അഫൂവും ഗഫൂറുമാണ് എന്ന കാര്യം വിസ്മരിക്കാതെ വേണം സത്യവിശ്വാസികൾ അവരുടെ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ. അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങളിൽപ്പെട്ടതാണ് അവന്റെ റഹ്മത്ത്. കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ കാരുണ്യം അവന്റെ പ്രകൃതമായിട്ട് തന്നെ എഴുതി ചേർത്തിരിക്കുന്നു എന്നാണ്. ഇതിന്റെ ഒരു റിഫ്ലക്ഷനാണ് അവന്റെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്നദ്ധത, പുറത്തു കൊടുക്കാനുള്ള സന്നദ്ധത. നിഷേധത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ ആരാധ്യന്മാരായി മാറുന്ന അതികഠിനമായ പാപം ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാനും സത്യം തിരിച്ചറിയുവാനും പരമമായ സത്യമായ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വഴിപ്പെട്ടവരായി മാറുവാനും ആവശ്യമുള്ളത് അവരുടെ ഹൃദയങ്ങളിൽ ഏതാനും ഈ വിധത്തില് മഴത്തുള്ളികള് ഭൂമിയിൽ വീഴുന്ന പോലെ ചില വിശുദ്ധ ഖുർആന്റെ ചില ആയാത്തുകളുടെ ഓരോരോ സ്പന്ദനമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് സംഭവിക്കുന്നതോടുകൂടി അവരിൽ വലിയ പരിവർത്തനം ഉണ്ടാകും. അവര് വളരെ പൂർണ്ണമായിട്ട് തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവരായിക്കൊണ്ട് രംഗത്ത് വരാൻ ഒക്കെ അത് കാരണമാക്കി എന്ന് വരും. അതുകൊണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, നിബന്ധനകളില്ലാത്ത, മര്യാദയും അതുപോലെ അതിരും പരിധിയും ഒന്നും പാലിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ പ്രതിക്രിയ നടപടി അത് ആരും പിന്തുടർന്നുകൂടാ എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നതിന്റെ ഒരു
ആത്മാവായിട്ട് ചൈതന്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഞാൻ ആയത്തുകൾ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. തീർച്ചയായിട്ടും ഈ ആയത്ത് വിശദീകരിക്കാൻ വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ അത് സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി പറയാം. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ. ഈ വിധത്തിൽ അള്ളാഹു നടപടി സ്വീകരിക്കുന്നതും നിങ്ങളോട് നിർദ്ദേശിക്കുന്നതും അതിനുള്ള കാരണം തീർച്ചയായിട്ടും അള്ളാഹു ആണ് രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, അതേപോലെ തന്നെ പകലിനെ രാവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ടും നമുക്ക് കാണാവുന്നതാണ്. പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസമാണത്. രാവ് നമ്മൾ നോക്കി നിൽക്കെ പകലായി മാറുന്നതും പകല് നമ്മൾ നോക്കി നിൽക്കെ രാവായി മാറുന്നതും നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്ന പ്രതിഭാസങ്ങളാണ്. എന്നാൽ ഇത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക് ദൈവിക പ്രകാശത്തിന്റെ ചീളുകള് വന്നു ചേരുന്നതും ഹൃദയങ്ങള് പ്രകാശപൂരിതമായി മാറുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആകാശഭൂമികളുടെ പ്രപഞ്ച സാകല്യത്തിന്റെ പ്രകാശം അള്ളാഹുവാണ് എന്ന് അള്ളാഹു സൂറത്ത് നൂറിൽ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ രാവിനെ പകലിലേക്ക് ചേർക്കുന്നത് അള്ളാഹുവാണ്, പകലിനെ രാവിലേക്ക് ചേർക്കുന്നതും അള്ളാഹുവാണ്. ഈ രണ്ട് സാധ്യതകളും വെച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അവസ്ഥയിൽ, സാമൂഹ്യമായ അവസ്ഥയിൽ ആലോചിക്കുമ്പോൾ ഇരുട്ടിൽ കഴിയുന്ന ആളുകൾ വെളിച്ചത്തിന്റെ വാഹകരായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ വാഹകരായിരുന്നവര് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയും ചരിത്രത്തില് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അള്ളാഹുവിടെ സൂചിപ്പിച്ചത് ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ. അപ്പോ അതിനാലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അള്ളാഹു ഈ നേരത്തെ മുകളിൽ പ്രസ്താവിച്ച കാര്യം ആ വിധത്തില് നിർദ്ദേശിച്ചിട്ടുള്ളതും വ്യക്തമാക്കിയിട്ടുള്ളതും അള്ളാഹുവാണ് രാവിനെ പകലിലേക്ക് ചേർക്കുന്നവൻ, അതുപോലെ പകലിനെ രാവിലേക്ക് ചേർക്കുന്നവൻ എന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നതുകൊണ്ടാണ് നിങ്ങളുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാലിക്കപ്പെടേണ്ട വ്യവസ്ഥയെ അള്ളാഹു കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യര് പാലിക്കേണ്ട സാമൂഹ്യ വ്യവസ്ഥയുടെയും നിയമക്രമങ്ങൾ നൽകേണ്ടത് സ്വാഭാവികമായിട്ടും അള്ളാഹു തന്നെയാണ്. വഅന്നല്ലാഹ സമീഉൻ ബസീർ. നിശ്ചയമായിട്ടും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. എല്ലാറ്റിനെയും നിരീക്ഷിക്കുന്നു, എല്ലാറ്റിനെയും കേൾക്കുകയും അതുപോലെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു അള്ളാഹു എന്നതാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവര് പൂജിച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവങ്ങളല്ല. നിങ്ങൾ അവരിൽ ദിവ്യത്വം ആരോപിക്കുന്നു എന്നതല്ലാതെ നിങ്ങളുടെ ചുറ്റുപാടുകളുടെയോ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ കാണാനോ കേൾക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നവയല്ല നിങ്ങൾ ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ഈ ആരാധ്യന്മാർ എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവനും നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നൽകുന്നവനുമാകുന്നു അള്ളാഹു എന്നതാണ് ചൂണ്ടിക്കാണിച്ച കാര്യം. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ. അള്ളാഹുവാണ് പരമമായ സത്യം. അള്ളാഹു അല്ലാതെ മറ്റെന്തിനെ ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും മിഥ്യയാണ്.
അവനാണ് ഏറ്റവും പരമോന്നതനായിരിക്കുന്നവൻ. അത് അവന് ഒരു നയമുണ്ട്, ഒരു നിലപാടുണ്ട്. അതാണ് മഴ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങി ഭൂമി ഹരിതാഭമായി മാറുന്ന കാഴ്ചയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. മനുഷ്യ ഹൃദയങ്ങളിലേക്കും അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം ഇറങ്ങി ദൈവികമായ മാർഗദർശനത്തിന്റെ വെളിച്ചം അവന്റെ ഹൃദയങ്ങളിൽ പ്രകാശം പരത്തി അവന് സന്മാർഗിയായി മാറുന്നത് ഇതേപോലെയുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ നിലപാടുകളിലും ഈ ഇത്തരം ഇടപാടുകളിലുമൊക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മിതത്വം പാലിക്കുക എന്നത് അള്ളാഹു വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ് എന്നുകൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വ്യവസ്ഥയെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ ആയത്തുകളിൽ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.